ഇതുണ്ട് കോൺക്രീറ്റ് പൈപ്പിൽ കൂടെ വന്ന് വീടിനാണ് താഴത്തുനിന്ന് ഇത്രയും താഴത്തുനിന്നാണ് അത് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പൈപ്പിൽ നിന്ന് അതിൻ്റെ ക്രെയിനെ കൂടെ കയറി മേളിൽ കൂടി ഇങ്ങനെ വന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമ്മൾ ഉയർത്തുകയും പിടിക്കുകയും മുളയ്ക്കുകയും ചെയ്താലും കോൺക്രീറ്റ് ഇടയ്ക്ക് ബ്ലോക്ക് ആകത്തില്ല. ആ രീതിയിലാണ് പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് വലിക്കുന്നത് അത് വൈബ്രേറ്റർ എന്ന് പറയും. അതായത് ഈ കോൺക്രീറ്റ് വീണ് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കുത്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ആ നീഡിലിന് ഒരു സൈസുണ്ട്. ഓരോ ഏരിയയ്ക്കും അതിൻ്റെ ക്യൂബിക് മീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം വെച്ചിട്ട്, വോള്യത്തിൻ്റെ വ്യത്യാസം വെച്ചിട്ട് അതിൻ്റെ സൈസിനൊക്കെ നീഡിലിൻ്റെ സൈസിന് വണ്ണത്തിന് വ്യത്യാസം വരും. അപ്പോൾ അത് ഇത്ര പ്രാവശ്യം കുത്തണം, ഇത്ര ഏരിയകളിൽ കുത്തണം, അങ്ങനെയൊക്കെ അതിനൊരു കണക്കുണ്ട്, അതിന് പ്രൊപ്പോർഷനുണ്ട്. അത് IS സ്റ്റാൻഡേർഡാണ് അത് തീരുമാനിക്കുന്നത് ഉണ്ടോ. അപ്പോൾ അവരാണത് ചെയ്യുന്നത്. അതിൻ്റെ താഴത്ത് വെച്ചിരിക്കുന്ന സാധനം ഒരു ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചരിക്കാനും അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ്. കാരണം മേളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഏറ്റവും ടോപ്പ് ചിലപ്പം വാട്ടർ ലെവൽ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ പള്ളയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ മോതിരവളയം പോലെ ഇട്ടിരിക്കുന്ന ആ സാധനത്തിൽ ഇടയ്ക്ക് ഓരോ ജാക്കിയുണ്ട്. അപ്പോൾ ആ ജാക്കി അതേ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മളത് ചെറിയ ലെവലുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന് പ്രത്യേകം. അത് മറ്റേ സർവേ വെച്ചിട്ട് സർവേക്കാരാണ് അതിൻ്റെ ലെവൽ കറക്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന അളവിൽ അവരിവിടെ താഴെ നിന്ന് അളക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് അവരതിൻ്റെ ഓരോ കോർണറും അത് പൊക്കുകയാണോ താത്തണോ എങ്ങോട്ട് ചെരിയണം 4 മൂലയും അഡ്ജസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലാണ് അത് നമ്മളിവിടെ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ സാധനം. അപ്പോൾ ഇതേ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ആ മേളിൽ ആ പിയർ ഹെഡ് അതേപടി പൊക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു പീസായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ നടുക്ക് ആ കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് കണ്ടോ നമ്മളിത് ഇവിടെ നോക്കിയത് ആ കമ്പി പൊങ്ങി നിൽക്കുന്നത് കണ്ടോ, നടുക്ക് കണ്ടോ, കമ്പിയായിട്ട് പൊങ്ങി നിൽക്കുന്നത് കണ്ടോ, കാണാവുന്നതാണ്. അപ്പോൾ ഈ കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് വരും, ഈ ഭാഗത്തായിട്ട് വരും കണ്ടോ, ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും ആ കമ്പി. അന്നേരം അത് ചുറ്റിനും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പിയർ ഹെഡ് എന്ന് പറയുന്ന ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ സാധനം കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിവ് വരാം നമ്മളെടുത്ത് വെക്കുമ്പോഴത്തേക്ക്. മൈന്യൂട്ടായിട്ടുള്ള ചരിവ് പോലും വരാത്ത വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ പറയുന്ന ഇതിവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ. ഇവിടെ ഈ ഒരു വെള്ളി നിറത്തിലൊരു ജാക്കി കണ്ട, ആ ജാക്കിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മേളിലത്തെ സാധനം ശകലം തിരിക്കുകയോ ചരിക്കുകയോ ഒക്കെ പൊക്കി ഓരോ സൈഡായിട്ട് പൊക്കി കൊടുക്കാൻ 3-4 സൈഡുകളിലും ഉണ്ടാവും അത്. എന്നിട്ടാണ് അത് ചുറ്റിനും ഉണ്ടാവും. എന്നിട്ടാണത്